ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഇപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു ബ്രേസ്ലെറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. വളരെ സിമ്പിൾ ആൻഡ് അതേപോലെ തന്നെ നല്ലൊരു ഗോൾഡ് ലുക്ക് വരുന്ന ടൈപ്പ് ഓഫ് ബ്രേസ്ലെറ്റാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഫ്ലവർ ക്യാപ്സാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് ക്രിസ്റ്റൽ ബീഡ്സ് എടുത്തിട്ടുണ്ട്. 6 mm ബ്ലാക്ക് കളർ ക്രിസ്റ്റൽ ബീഡ്സ് ആണ് എടുത്തിരിക്കുന്നത്. ഫ്ലവർ ക്യാപ്സ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന സമയത്ത് ഈ ബീഡ്സിൻ്റെ സൈസ് ഏതാണോ അതിലും കുറച്ച് ചെറുതാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോഴാണ് കറക്റ്റായിട്ട് ആ ബീഡ്സിൽ നമ്മൾ ബീഡ്സിൽ ഇടുന്ന സമയത്ത് കറക്റ്റായിട്ട് ഉണ്ടാവുന്നത് ചെറിയ സൈസ് യൂസ് ചെയ്യുമ്പോഴാണ്. ഫ്ലവർ ക്യാപ്സ് ചെറുതായിരിക്കണം. പിന്നെ യൂസ് ചെയ്യുന്നത് കുറച്ച് ഗോൾഡൻ കളർ മുത്തുകളാണ്, ചെറിയ മുത്തുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഗോൾഡൻ മുത്ത് ഇടയിലായിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഫ്ലവർ ക്യാപ്സ്, അതായത് ഒരു ഫ്ലവർ ക്യാപ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ 2 എണ്ണം അടുപ്പിച്ച് കഴിഞ്ഞാൽ നടുവിൽ ബീഡ്സ് ഇട്ട് കഴിയുമ്പോൾ ബീഡ്സിൻ്റെ മുകളിലും താഴെയുമായിട്ട് ക്ലോസ് ചെയ്തിരിക്കണ പോലെയാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ആ രീതിയിലാണ് ഈ ബീഡ്സ് ഫ്ലവർ ക്യാപ്സ് ഇട്ട് കൊടുക്കേണ്ടത്. ബീഡ്സിൻ്റെ 2 സൈഡിലും, ഒന്ന് തിരിച്ചും ഒന്ന് മറിച്ചും, അങ്ങനെയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ആ രീതിയിൽ നമ്മൾ കോർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ബീഡ്സിനെ ഇങ്ങനെ ക്ലോസ് ചെയ്ത പോലെയാണ് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയാണ് ഞാനിപ്പോൾ ഇതിൽ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇങ്ങനത്തെ ഫ്ലവർ ക്യാപ്സ് വാങ്ങിച്ചു കഴിയുമ്പോൾ അതിൻ്റെ ആ ഷേപ്പ് കണ്ടാൽ തന്നെ മനസ്സിലാവും എങ്ങനെ കോർത്ത് കഴിഞ്ഞാലാണ് ഇതിന് ഭംഗി എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഏതാണോ ഫ്ലവർ ക്യാപ്സ് കിട്ടുന്നത് അതിനനുസരിച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നല്ലൊരു അടിപൊളി ബ്രേസ്ലെറ്റാണ്. കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു നോട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഗോൾഡ് ആണെന്നേ തോന്നുള്ളൂ. അതല്ല എന്നുള്ളത് ഒരിക്കലും പറയില്ല. അങ്ങനത്തെ ഒരു ഫിനിഷിംഗ് ആണുള്ളത് ഇതിന്. അതുപോലെ ഇപ്പോൾ ഈ ഗോൾഡൻ ഫൈൻഡിങ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് മാക്സിമം ഈ മൈക്രോ പ്ലേറ്റഡ് ഗോൾഡ് ഫൈൻഡിങ്സ് തന്നെ യൂസ് ചെയ്യണം. എങ്കിൽ നമുക്ക് ആ ഒരു ഗോൾഡ് ലുക്ക് കിട്ടുള്ളൂ. അപ്പം ഇങ്ങനെ ഈ രീതിയിൽ എത്രയാണോ നമുക്ക് ലെങ്ത്ത് വേണ്ടത് അതിനനുസരിച്ചിട്ട് കോർത്ത് കൊടുക്കുകയാണ് ചെയ്യണത്. ഇപ്പം നമുക്ക് ലെങ്ത്ത് ഇടയ്ക്ക് വേണമെങ്കിൽ നമുക്കൊന്ന് വെച്ച് നോക്കാം. ഇപ്പം നമ്മൾ തന്നെ യൂസ് ചെയ്യാനാണെങ്കിൽ എങ്ങനെയാണ് എത്ര നീളം വേണം എന്നുള്ളത് വെച്ച് നോക്കിയിട്ട് നമുക്ക് കോർത്ത് കൊടുക്കാം. ഇപ്പം ബീഡ്സും അതുപോലെ ഫ്ലവർ ക്യാപ്സ് ചില സമയത്ത് ഇങ്ങനെ 2 എണ്ണം ഒരുമിച്ച് ജോയിൻ ആയിട്ടിരിക്കും. അപ്പോൾ ആ സമയത്ത് നമ്മളതിനെ കട്ടർ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് ഇളകി വരും. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് അതിനനുസരിച്ച് കോർത്ത് കൊടുക്കാം. കറുത്ത മുത്ത്, അതുപോലെ നല്ല ഡാർക്ക് ബ്രൗൺ, അങ്ങനത്തെ കളേഴ്സൊക്കെ യൂസ് ചെയ്യുമ്പോൾ നല്ലൊരു ലുക്കാണ് ഇതിന്, ബ്രേസ്ലെറ്റിന്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള മുത്താണ്. റിയൽ ഗോൾഡ് എന്നേ പറയുള്ളൂ. ഒന്ന് ചെക്ക് ചെയ്ത് നമ്മൾ ഉണ്ടാക്കി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും.
അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അത്രയും മുത്തും കോർത്ത് കഴിഞ്ഞു. ഇനി നമ്മൾ എൻഡിൽ വെച്ചിട്ട് നമ്മൾ ലോക്ക് ഉണ്ടല്ലോ, ലോക്ക് വെച്ചിട്ട് ഗിയർ ലോക്ക് ഇട്ടിട്ട് നമ്മൾ ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു എൻഡിൽ നമുക്കൊരു അഡ്ജസ്റ്റബിൾ ചെയിനും കൂടി കോർത്ത് കൊടുക്കാം. ഗിയർ ലോക്ക് വെച്ചിട്ട് ലോക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഒരു 4 എണ്ണമുള്ള ചെയിന് നമുക്ക് അഡ്ജസ്റ്റബിൾ ചെയിനൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അത് 4 റൗണ്ട്സ് അടുപ്പിച്ചിട്ടിരിക്കുന്ന നമ്മൾ മാലയ്ക്കൊക്കെ കൊടുക്കില്ലേ, അങ്ങനത്തെയും കിട്ടും. അപ്പോൾ ഈ ബ്രേസ്ലെറ്റിൽ അങ്ങനത്തെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലെങ്ത്ത് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. എങ്ങനെയാണോ നമുക്ക് കംഫർട്ടബിൾ അതിനനുസരിച്ച് യൂസ് ചെയ്യാവുന്നതാണ്. വേണമെങ്കിൽ സിംഗിൾ റിങ് ഉണ്ടല്ലോ, അത് വേണമെങ്കിൽ കൊടുക്കാം. അങ്ങനെ ഒരു സൈഡിൽ ഒരു എൻഡിൽ ഹൂക്സും ഒരു എൻഡിൽ റിങ്ങും ഇട്ടിട്ട് ഗിയർ ലോക്ക് ഇട്ടിട്ട് ലോക്ക് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് ഇത് ഇപ്പം അറിയില്ല എന്നാണെങ്കിൽ പ്രീവിയസ് വീഡിയോസിലുണ്ട് എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന്, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഈ ഒരു ബ്രേസ്ലെറ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നല്ല ഭംഗിയാണ്. ഇതിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടോളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഗിയർ ലോക്ക് നമ്മൾ ലോക്ക് ചെയ്യുന്ന വീഡിയോസ് ഞാൻ ഒരുപാടെണ്ണം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് പ്രീവിയസ് ഒന്ന് ഡീറ്റെയിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കും. ഓക്കെ, നമ്മൾ ലെങ്ത്ത് നോക്കിയിട്ട് ലോക്ക് ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഇപ്പം ഞാനൊന്ന് ജസ്റ്റ് ലെങ്ത്ത് നോക്കിയിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ഒന്ന് പിടിച്ചിട്ട് വേണം. ഗിയർ വയറിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വളരെ ലെങ്ത്ത് കുറവായത് കാരണം ഇതിപ്പം നമ്മൾ ബ്രേസ്ലെറ്റ് ആണല്ലോ, അപ്പോൾ നമ്മൾ ഗിയർ വയറിൻ്റെ അറ്റത്ത് പിടിച്ചിട്ട് വേണം ലെങ്ത്തൊക്കെ വെച്ച് നോക്കുമ്പോൾ നോക്കാൻ, അല്ലെങ്കിൽ ബീഡ്സൊക്കെ അഴിഞ്ഞു പോവും. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കുക. പിന്നെ ലോക്ക് ചെയ്തു. എന്നിട്ട് ഇപ്പോൾ ലോക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ബീഡ്സിൻ്റെ അകത്തുകൂടിയാണ് നമ്മൾ ഗിയർ വയറിന് വലിച്ചു കൊടുക്കുന്നതെന്നാണെങ്കിൽ നമുക്ക് ആ കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ആ എൻഡ് കാണാതിരിക്കാനായിട്ട് നമുക്ക് പറ്റും. അപ്പോൾ ആ രീതിയിൽ വെച്ചിട്ട് ലോക്ക് ചെയ്യുക. വയറിന് നന്നായിട്ട് വലിച്ചു കൊടുക്കുക. എന്നിട്ട് ബാലൻസ് വരുന്നത് കട്ട് ചെയ്ത് മാറ്റുക. പ്ലെയർ വെച്ചിട്ട് ഗിയർ ലോക്ക് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഗിയർ വയർ നന്നായിട്ട് വലിക്കുന്ന സമയത്ത് ഒരുപാട് നല്ല സ്റ്റിഫായി നിൽക്കാണ്ടിരിക്കാനായിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി നോക്കിയാൽ മതി. ഇങ്ങനെ നല്ല സ്റ്റിഫായിട്ട് നിൽക്കുന്നുണ്ടോയെന്ന് ആണെങ്കിൽ ചെറുതായിട്ടൊന്ന് ലൂസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുറച്ചൊന്ന് ഫ്ലെക്സിബിൾ ആവും. അല്ലെങ്കിൽ നല്ല സ്റ്റിഫായി നിൽക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് ചെയ്യുന്നത്. ഓക്കെ, ബ്രേസ്ലെറ്റ് ഏകദേശം റെഡിയായി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.